പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെളിച്ചെണ്ണ മട്ട് കൊണ്ടുണ്ടാക്കിയ സോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. നമ്മൾ തേങ്ങ ഉണക്കി മില്ലിൽ പോയി ആട്ടിയത് വെളിച്ചെണ്ണ ആക്കി കൊണ്ടുവരുമ്പോൾ അത് വെളിച്ചെണ്ണ ഊറാനായിട്ട് വെക്കില്ല. വെളിച്ചെണ്ണ ഊറി അതിൻ്റെ അടിയിൽ മട്ടും മുകളിലായിട്ട് നല്ല വെളിച്ചെണ്ണയായിട്ട് കാണും. അപ്പോൾ ആ ഒരു മട്ട കൊണ്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി അതുപോലത്തെ സോപ്പ് ബേസ് 1/2 കിലോ സോപ്പ് ബേസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സോപ്പ് ബേസ് മെൽറ്റ് ആവാനായിട്ട് ഇതുപോലെ ഡബിൾ ബോയിൽ മെത്തേഡിലാണിത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം നല്ലോണം ചൂടായി വന്നിട്ട് അതിൻ്റെ മുകളിൽ അതുപോലത്തെ ഒരു പാത്രത്തിൽ ഈ സോപ്പ് ബേസ് കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തത് ഉരുക്കിയെടുത്താൽ മതി. ഈ വെളിച്ചെണ്ണ മട്ട് കുട്ടികളുടെ ശരീരത്തിലോ വലിയതൊക്കെ തേച്ച് കൊടുത്താൽ ശരീരം നല്ല മിനുസം ഉണ്ടാവാനൊക്കെ നല്ലതാണ്. ഈ സോപ്പ് ബേസ് ഇപ്പോൾ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വെളിച്ചെണ്ണേൻ്റെ മട്ട് 2.5 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്നത് മിക്സാക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സോപ്പിന് നല്ല മണത്തിന് വേണ്ടി പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് തീ ഓഫാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം സോപ്പിൻ്റെ മോൾഡൊക്കെ ഒഴിച്ചെടുക്കുക. ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് സിലിക്കണ്ട മോൾഡായതുകൊണ്ട് ഇത് ഉരുകിപ്പോകാനൊന്നും സാധ്യതയില്ല. ഒരു 2 മണിക്കൂർ ഇതൊന്ന് സെറ്റാവാനായിട്ട് വെക്കണം. നല്ല സോപ്പ് ബേസ് ആണെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. 1 മണിക്കൂറായപ്പോൾ തന്നെ ഇത് നല്ലോണം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മണിക്കൂർ ഇത് ഒന്ന് വെച്ചു. അപ്പോൾ അത് മോൾഡിൽ നിന്ന് എടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ മട്ട കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ഇങ്ങനെ അടിപൊളിയായി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഈ വെളിച്ചെണ്ണൻ്റെ മട്ടൊക്കെ നമ്മൾ കുട്ടികളെ ശരീരത്തിലൊക്കെ തേച്ച് കുളിപ്പിക്കലില്ല. അത് ഇതുപോലെ ഒരു സോപ്പൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഈ സോപ്പ് ഈ മോൾഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് കവർ ചെയ്ത് വെക്കണം നല്ല കേട്ടോ. എന്നാൽ സോപ്പിന് നല്ല കട്ടി കൂടാനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ സോപ്പ് ഉപയോഗിക്കൽ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.